ചേട്ടൻ പറഞ്ഞത് കറക്റ്റ് കാര്യം തന്നെയാണ് കേട്ടോ. ശരിക്കും രാമക്കൽമേടിൽ വരുവാണെന്നുണ്ടെങ്കിൽ 1600 രൂപ കൊടുത്ത് ഈ ഒരു ഓഫ് റോഡിങ് എക്സ്പീരിയൻസ് നമ്മൾ അനുഭവിച്ചറിഞ്ഞാൽ തന്നെയുള്ളൂ അതിൻ്റെ ഫീൽ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇതിനു മുമ്പ് ഞാനൊരു തവണ മൂകാംബികയിൽ നിന്നും കുടജാദ്രിയിലേക്ക് ഒരു ഓഫ് റോഡിങ് എക്സ്പീരിയൻസ് ഫീൽ ചെയ്തിട്ടുണ്ട്. ശരിക്കും നല്ല കിടിലൊരു ക്ലൈമറ്റിലായിരുന്നു അന്നത്തെ എക്സ്പീരിയൻസ്. ഇന്ന് നല്ല ഹോട്ടായിട്ടുള്ള ടൈമാണ്, എങ്കിലും നല്ല അഡ്വഞ്ചർ ആയിട്ടുള്ള കിടിലൊരു ട്രിപ്പ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ട്രിപ്പിൻ്റെ കാഴ്ചകളിലേക്ക് എല്ലാവരും ഞാൻ ക്ഷണിക്കുകയാണ്. വെൽക്കം ബാക്ക് ടു ട്രിപ്പ് ഓൺ ടൈം. പുതിയൊരു കിടിലൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ ഇടുക്കി ജില്ലയിലാണ് രാമക്കൽമേട് എന്ന അതിമനോഹരമായിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കി ജില്ലയിലെ പല പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടുകളിലേക്ക് നമ്മൾ പോയിട്ടുണ്ടെങ്കിലും രാമക്കൽമേടിലെ കാഴ്ചകൾ നമുക്ക് പുതുമയാണ്. കാരണം രാമക്കൽമേടിലേക്ക് നമ്മൾ ഫസ്റ്റ് ടൈമുള്ള ട്രാവലിംഗ്. ഒന്ന് രണ്ട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. കേരളത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് രാമക്കൽമേട് എന്ന് പറയുന്നത്. ഇടുക്കിയിലെ തേക്കടി മൂന്നാർ റോഡിൽ നെടുങ്കണ്ടത്ത് നിന്നും 15 കിലോമീറ്റർ സഞ്ചരിച്ച് ഇവിടേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. കേരള തമിഴ്നാട് അതിർത്തിയിലാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്ന് 1100 മീറ്റർ ഉയരത്തിലാണ് രാമക്കൽമേട് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ ഇന്ത്യയിൽ ഏറ്റവും അധികം കാറ്റ് വീശുന്ന സ്ഥലവും രാമക്കൽമേടാണ്. മണിക്കൂറിൽ 32.5 കിലോമീറ്റർ വേഗത്തിലാണ് ഇവിടെ കാറ്റ് വീശാറുള്ളത്. ചില സമയങ്ങളിൽ 100 km/h വേഗത്തിൽ വരെ കാറ്റ് വരാറുണ്ട് എന്നാണ് പറയുന്നത്. കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന വിൻഡ് എനർജി ഫാമിൻ്റെ കേരളത്തിലെ 2ാം സ്ഥാനമാണ് രാമക്കൽമേടിനുള്ളത്. കൂടാതെ കുറവൻ കുറത്തി പ്രതിമയും ഇവിടുത്തെ ഒരു പ്രധാന കാഴ്ച തന്നെയാണ്. താഴെ വന്ന് പാസ് എടുത്താൽ നമുക്ക് ജീപ്പിൽ ഇതുപോലെ മുകളിലേക്ക് സഞ്ചരിക്കാം. 1600 രൂപയാണ് ചാർജ് വരുന്നത്. ഒരു 400 രൂപ വെച്ച് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 4 പേർക്ക് ഈസി ആയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ജീപ്പിൽ പോകുന്നത് തന്നെയാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയാൻ സാധിക്കുന്നത്. കാരണം അത്യാവശ്യം നല്ല ദൂരം നടന്ന് കയറാനുണ്ട്. കൂടാതെ നടന്ന് മുകളിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആമപ്പാറയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതായിരിക്കും. അവിടെ നിന്ന് നമുക്ക് വീണ്ടും സഞ്ചരിച്ചാൽ നമുക്ക് രാമക്കൽമേടിൻ്റെ മനോഹരമായിട്ടുള്ള വ്യൂ പോയിന്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതായിരിക്കും. ഫാമിലിയായിട്ടൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് രാമക്കൽമേട് എന്ന് പറയുന്നത്. കൂടാതെ ഐതിഹ്യങ്ങൾ ഒരുപാടുണ്ടെങ്കിലും പ്രധാനമായി പറയുന്നത് ത്രേതായുഗ കാലത്ത് സീതയെ അന്വേഷിച്ച് ശ്രീരാമൻ ശ്രീലങ്കയിലേക്ക് പോകുന്ന യാത്രാമധ്യേ ഇവിടെ ഇറങ്ങിയെന്നും അത് ശ്രീരാമൻ്റെ കാൽപാദം പതിഞ്ഞതിനാലാണ് രാമക്കൽമേട് എന്ന് പറയുന്നത്. പ്രധാനമായുള്ള പാത എന്ന് പറയുന്നത് എറണാകുളത്ത് നിന്ന് 150 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ഇവിടേക്ക് എത്തിച്ചേരാം. കൂടാതെ തേക്കടിയിൽ നിന്ന് 43 കിലോമീറ്ററും കട്ടപ്പനയിൽ നിന്ന് 20 കിലോമീറ്ററും മൂന്നാറിൽ നിന്ന് 70 കിലോമീറ്റർ സഞ്ചരിച്ചാലും നമുക്ക് ഇവിടേക്ക് എത്തിച്ചേരാം. ഞങ്ങൾ ഏതായാലും ഈവനിങ് സമയമാണ് രാമക്കൽമേടിൽ എത്തിച്ചേർന്നത്. വൈകുന്നേര സമയം ആയതുകൊണ്ട് ചെറിയ രീതിയിലുള്ള ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും മുകളിലേക്ക് ചെല്ലുമ്പോൾ നല്ല കാറ്റുണ്ട്. സാഹസികത ഇഷ്ടപ്പെടുന്ന സഞ്ചാരികൾക്ക് രാമക്കൽമേട് ഒരു കറക്റ്റ് സ്പോട്ട് തന്നെയാണ്. കാരണം അഡ്വഞ്ചർ ട്രാവലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അൾട്ടിമേറ്റ് ലെവലിൽ തന്നെയാണ് ഈ ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ്. കൂടാതെ ആമപ്പാറ ഗുഹയിലൂടെയുള്ള യാത്രയും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സാഹസികത തന്നെയാണ്. ഞാൻ പിടിച്ചോ നടന്നു. ഞാൻ എടുത്തോളാം. അങ്ങനെ നമ്മൾ ഇതേ ആമപ്പാറ ഗുഹയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി അങ്ങോട്ടുള്ള കാഴ്ചകൾ കിടിലും കാഴ്ചകളായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ മിസ് ചെയ്യരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെന്ന് കമൻറ്റ് ചെയ്യുക. കൂടാതെ നിങ്ങൾ ഇതുവരെ രാമക്കൽമേടിലേക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത ട്രിപ്പിൽ എന്തായാലും ഈ ഒരു സ്പോട്ട് ഉൾപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ ഒരു ആമപ്പാറ എന്ന ആ ഒരു ഗുഹയിലെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് മറക്കാനാവാത്തൊരു അനുഭവം എന്തായാലും തരും. അപ്പോൾ സേഫായിട്ട് ട്രാവൽ ചെയ്യുക. അടിപൊളിയായിട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ്പുറം ചെന്നിട്ട് പിന്നെ ഇപ്പുറം കടന്നു വരും. അമ്മേനെ അവിടെ നമ്മളെല്ലാവരും
ഇതില് വീഡിയോ എടുക്കട്ടെ. കൊച്ചിനെ കടത്താവോ അതെ? എന്റെ പുറകെ നിന്ന് പോയല്ലേ കൊച്ചിനെ കൊണ്ട് ചേട്ടായി. ഇത് ഇച്ചിരി പിന്നെ ഇതില് വിട് ചേട്ടാ. അവനെ ഇറക്കിയാ മതി ചേട്ടായി. ചേട്ടാ ചെരിഞ്ഞു വാ. അമ്മ ബാ അമ്മ ബാ കമാൻ കമാൻ കമാൻ. ഗുഡ് ബൈ ഗുഡ് ബൈ. രണ്ടുപേരും മറന്നില്ല. അമ്മ അതിലേ പോയി. അമ്മ അതിലെങ്ങോട്ട് പോയി. തലയിടിക്കല്ലോ കേട്ടോ. ഫോൺ പോയി കിട്ടത്തില്ല. 3-2 പേരല്ലേ ഉള്ളു. ഒരു കൊച്ചു കാല് പുറത്തിട്ടിരിക്കും. മോളെ ഹെഡ്സെറ്റ് നോക്കിക്കോണം. പോയാൽ നോക്കിക്കോണം. പോയാൽ കിട്ടത്തില്ല. പതിയെ നീങ്ങും. കൈക്കങ്ങ് നീങ്ങും. നീങ്ങും. ഞാനിവിടെ ഇരിക്കും. നിങ്ങൾ അങ്ങ് പോക്കോ. ഞാൻ അപ്പുറത്ത് വേറെ ഏതെങ്കിലും വഴി ഉണ്ടോ നോക്കാം. നേരെ പുറത്തേക്ക് ഇറങ്ങും. കുഞ്ഞിനെ കൊണ്ട് പാടത്തില്ല. നിങ്ങളെക്കാൾ സിമ്പിളായിട്ട് കുഞ്ഞു നോക്കുമല്ലോ. ആന കളിക്കാറിയല്ലോ. അങ്ങനെ വിട്ടു. ചേച്ചി കാലെത്തുന്നിടത്ത് ഇറങ്ങിക്കോ. പോട്ടെ. കുഞ്ഞിനെ ഇവിടെ ഇറക്കി തരാം. പോട്ടെ 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 പോട്ടെ. ആ കാലെത്തുന്നിടത്ത് അങ്ങ് ഇറങ്ങിക്കോ. ചേച്ചി പോയിക്കോ. പിടിക്കുവോ? പിടിക്കല. ചേച്ചി പേടിക്കണ്ട. കാലുകൊണ്ട് പുറത്തിട്ട് പോട്ടെ പോട്ടെ പോട്ടെ. നീങ്ങ ചേച്ചി. നീങ്ങ. പോട്ടെ 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 പോട്ടെ. ഞാൻ തരാം. പോട്ടെ. അവിടെ ഇറങ്ങിക്കോ. അത്രേ ഉള്ളൂ. ചേച്ചിയെ ഫ്രണ്ടിൽ പോകുന്ന ആള് കുഞ്ഞിനെ തറയിൽ കിടന്നിട്ട് വലിഞ്ഞു ഓർമ്മയുണ്ടോ? അത് തന്നെ. അവിടെ കിടന്നിട്ട് വലിഞ്ഞോ. നേരെ പുറത്തു ഇനി അങ്ങ് പോകോ. ഇനി പോകും. അയ്യോ അല്ല വന്നോ. അങ്ങനല്ല അങ്ങനല്ല.
അവനെ തന്നെ വിട്ടോ അവനെ പോരെ തന്നെ തല ഇരിക്കാതെ നോക്കിയാ തല മാത്രം. അയ്യോ അച്ഛ വരും. അയ്യോ അച്ഛക്ക് വന്നു പോണേ എങ്ങനെയില്ലെങ്കിൽ ജീവൻ വേണം. സൗദാരെ പിടിച്ചോ. അച്ഛ വരുന്ന നോക്കണം. അച്ഛ വരുന്നുണ്ടോ? അവനെ അച്ഛ വരുന്നുണ്ടോ? ചെവിയും കട്ടൂടെ കണ്ണും കണ്ടൂടെ. ഇങ്ങനെ ആമയുടെ ഷേപ്പ് കാണണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ഇറങ്ങി നോക്കിയാൽ ആമയുടെ ഷേപ്പ് കാണണമെന്നുണ്ടെങ്കിൽ ആമപ്പാലെന്ന പേര് വരാൻ കാരണം അവിടെ ആമയുടെ ഷേപ്പ് അവിടെ ഒക്കെ വന്നിട്ട് നോക്ക്. ആമയുടെ വായിരിക്കുന്ന പോലെയൊക്കെ ആയിരിക്കുന്നത്. അതിനകത്തൂടെ നമ്മൾ വന്നേക്കെ. അങ്ങനെ തന്നെ സാറേ നേരെ പോരെ. അങ്ങനെ നേരെ പോവാ. നേരെ വാ നേരെ വാ. അവിടെ വരാം. അവിടെ ചേട്ടാ പൊന്നുവിന്റെ കയ്യിൽ അവിടെ അങ്ങനെ ആമ്പപ്പാറയൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ വീണ്ടും ജീപ്പിൽ കയറി. ഇനി നമ്മൾ ഇവിടുന്ന് രാമക്കൽമേട് വ്യൂ പോയിന്റിലേക്ക്, അതായത് രാമക്കൽമേട് സൂയിസൈഡ് പോയിന്റിലേക്ക് നമ്മൾ പോകുകയാണ്. അവിടെ സേഫായിട്ട് തന്നെ ട്രാവൽ ചെയ്യുക. കാര്യം ഒരുപാട് അപകട സാധ്യതയുള്ള ഒരുപാട് സൂയിസൈഡ് അറ്റംപ്റ്റൊക്കെ നടക്കുന്ന സ്പോട്ടാണ്. അതുപോലെ തന്നെ സേഫ്റ്റി മറ്റ് കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ആമപ്പാറയിലെ എക്സ്പീരിയൻസ് ഈ ഒരു സമയത്തും ഞങ്ങൾക്ക് അടിപൊളിയായിട്ട് തന്നെ ഫീൽ ചെയ്തു. അപ്പോൾ ഒരു മൺസൂൺ ടൈമിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. കാരണം എന്തെന്നാൽ ഇല്ലിക്കൽ കല്ല്, രാമക്കൽമേട്, വാഗമണ്ണ്, കൂടാതെ കാൽവരി മൗണ്ട് എന്നീ സ്ഥലങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു മൺസൂൺ ടൈമോട് കൂടി നിങ്ങൾ ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മറക്കാനാവാത്തൊരു ഫീൽ തരുന്നൊരു ക്ലൈമറ്റ് ആയിരിക്കും ഈ ഒരു സമയത്ത് അവിടെ ഉണ്ടാകുന്നത്. ഏതായാലും കൊറോണയ്ക്ക് ശേഷം എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടുകളിലും സഞ്ചാരികളെ കൊണ്ട് നിറയുകയാണ്. എവിടെ ചെന്നാലും കാൽവരി മൗണ്ടിലൊന്നും നമുക്ക് വണ്ടി ഇടാൻ പോലുള്ള സ്പേസ് ഇല്ലാത്ത തരത്തിലുള്ള സഞ്ചാരികളാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും ഈ ഒരു മൺസൂൺ ടൈമിൽ നിങ്ങളുടെ അടുത്ത ട്രിപ്പ് എന്തായാലും നിങ്ങൾ ഈ ഒരു സ്പോട്ടിലേക്ക് നിങ്ങൾ പ്ലാൻ ചെയ്തോളൂ. ഇത്തരത്തിലുള്ള സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് കവർ ചെയ്ത് പോരാൻ അടിപൊളി ടൈമായിരിക്കും. കൂടാതെ പോയിട്ടുള്ളവർ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തിനാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ. നമ്മളിത് ഇപ്പോൾ അടുത്ത് പോകാൻ പോകുന്ന രാമക്കൽമേടിൻ്റെ വ്യൂ പോയിന്റിലേക്കാണ്. അല്പം നേരം നമ്മൾ ജീപ്പിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ വ്യൂ പോയിൻറ്റിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളിലേക്കാണ് പോകാൻ പോകുന്നത്. അങ്ങനെ നമ്മളിത് അല്പനേരം ജീപ്പിൽ അങ്ങനെ സഞ്ചരിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ രാമക്കൽമേടിൻ്റെ ആ ഒരു വ്യൂ പോയിന്റിലേക്ക് നമ്മളിത് എത്താൻ പോവുകയാണ്. ഇനി നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷം ഒരു അല്പസമയം നടക്കാനുണ്ട്. നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മനോഹരമായിട്ടുള്ള ഒരു വ്യൂ പോയിന്റിലേക്ക് എത്താൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സേഫ്റ്റി മെയിനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് മനോഹരമായിട്ടുള്ള കാഴ്ചകളും ഇവിടെ നിന്ന് സമ്മാനിക്കുന്നുണ്ട്. നമ്മുടെ തമിഴ്നാടിൻ്റെ കംപ്ലീറ്റ് കൃഷിയിടങ്ങളും ആ ഒരു ഗ്രാമങ്ങളും കാഴ്ചകളും ഒക്കെ മുകളിൽ നിന്ന് നമുക്ക് നോക്കിക്കാണാൻ സാധിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു ദൃശ്യം തന്നെയാണ്. ഇനി നമ്മൾ ഇതിലെ കൂടെ കറങ്ങി ആ പ്രതിമയുടെ പുറകിക്കൊണ്ട്
അങ്ങനെ രാമക്കൽമേടിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളും കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് നമ്മുടെ ഒരു കുറവൻ കുറത്തി പ്രതിമ ഇരിക്കുന്ന സ്പോട്ടിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. വാലുണ്ട്, വാലും ചുണ്ടുണ്ട് കണ്ടോ. ഇവിടെ നമുക്ക് നല്ല മനോഹരമായിട്ടുള്ള ഒരു സൺസെറ്റ് വ്യൂവും നമുക്ക് കിട്ടി. ഇത് ഇവിടെ ഒരു മലമുഴക്കി വേഴാമ്പലിൻ്റെ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു കാഴ്ചയാണ്. അതിനകത്ത് കയറി ഒരു വാച്ച് ടവർ പോലെയാണ്. അതിനകത്ത് കയറി നമുക്ക് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. നമുക്കൊന്ന് കയറി നോക്കാം. ഈ ഒരു വാച്ച് ടവറിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് മനോഹരമായിട്ടുള്ള ഈ ഒരു രാമക്കൽമേടിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഈ ഒരു സൺസെറ്റൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മളിത് പതുക്കെ മെല്ലെ ഇവിടെ ഇറങ്ങാൻ പോവുകയാണ്. ഒരുപാട് തണുപ്പ് കാറ്റോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നുകൊണ്ട് കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ സാധിച്ചു കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ വൈൻഡപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ കിടിലം വീഡിയോസുമായിട്ട് വീണ്ടും വരാനായിട്ട് നമ്മളത് ഇവിടെ നിന്ന് പടിയിറങ്ങുകയാണ്. അപ്പോൾ ഇനി വീണ്ടും എന്തെങ്കിലും നല്ലൊരു മൺസൂൺ ടൈമിൽ വീണ്ടും നമുക്ക് രാമക്കൽമേട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് അടിപൊളി വിഷ്വൽസും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. കൂടുതൽ വീഡിയോസിനായി ട്രിപ്പ് ഓൺ ടൈം സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ. I wanna be the greatest. Everybody on the fake shit. I look around and feel like everybody is the fakest. I make this every day and I'm impatient, hoping one day I blow up from the basement. Statement, the top is so vacant. I don't hear shit that I think is amazing. Waiting for my day when I'm playing sold out shows for 1,000 faces. Hey, give me that crown, get in my way and to be put down. It ain't your place, all this my town. If I want that shit, then I'll get it right now. I'm losing it, the noose it fits. I'm losing shit, a stupid myth. You choose to live or choose to dip. You choose to fight or lose your grip and lose a gift. Oh, I feel like I'm losing my mind. Is everybody in the world blind? Please, Lord, give me a sign.